നമസ്കാരം. ബാലസാഹിത്യയിലേക്ക് സ്വാഗതം. കുട്ടികൾക്ക് മാത്രമായി പ്രസാധന രംഗത്ത് പ്രവർത്തിക്കുന്ന ഭാരതത്തിലെ ഏക സർക്കാർ സ്ഥാപനമാണ് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന പങ്ക്തിയാണ് ബാലസാഹിത്യം. ലോക ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചതാണ് നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ. ഒട്ടേറെ മനുഷ്യരുടെ പ്രയത്നവും ജീവത്യാഗവുമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് നമുക്കറിയാം. പുരുഷന്മാരോടൊപ്പം തന്നെ അനേകം സ്ത്രീകളും നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിനായി പോരാടിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നിന്നും ധീരരായ 60 പെൺ പോരാളികളെ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് ഷൈന കക്കാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പെൺ പോരാളികൾ എന്ന ഈ പുസ്തകം. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കുട്ടികൾക്ക് വേണ്ടി ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും 77 വർഷം മുമ്പ് 1780 ബ്രിട്ടീഷുകാരോട് പോരാടി വിജയിച്ച റാണി വേലു നാച്ചിയാരുടെ സൈന്യാധിപയായിരുന്ന കുയിലി, ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടിരുന്ന റാണി ലക്ഷ്മി ഭായ്, ബീഗം ഹസ്രത് മഹൽ, ഉദാദേവി പാസിൽ തന്നെ ആക്രമിക്കാൻ വന്ന കടുവയെ ഒറ്റയ്ക്ക് എതിരിട്ടുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ച ഝാൻസിയിലെ മറ്റൊരു റാണി എന്നറിയപ്പെട്ടിരുന്ന റാണി ജൽക്കാരി ബായ്, കുന്നുകളുടെയും വനവാസികളുടെയും റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച റാണി ഗൈഡി ലിയു. കൂടാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കേരളത്തിൽ നിന്ന് കടന്നു വന്നതിൽ പ്രമുഖരായ AV കുട്ടിമാളു അമ്മ, മുതിയ ലീലാവതി അമ്മ, കാരിക്കത്ത് സുഭദ്ര അമ്മ, യശോദ ടീച്ചർ എന്നിവരെ കുറിച്ചും കേരളത്തിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന അക്കാമ്മ ചെറിയാൻ, ഗാന്ധിജി വടകര സന്ദർശിച്ചപ്പോൾ ഹരിജൻ സഹായ നിധിയിലേക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങൾ ദാനം ചെയ്ത കൗമുദി ടീച്ചർ എന്നിവരെ കുറിച്ചും ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഭാര്യയാണ് കസ്തൂർബ ഗാന്ധി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ കസ്തൂർബ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിനെ കുറിച്ച് പലർക്കും അറിയില്ല. കസ്തൂർബ ഗാന്ധി UN ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയും ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയുമായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ്, അരുണ ആസഫ് അലി, സുജേത കൃപാലിനി, ആനി ബെസന്റ്, മീരാബൻ തുടങ്ങിയ 60 ധീര വനിതകളെ കുറിച്ചുള്ള ലഘു ജീവചരിത്രക്കുറിപ്പ് നമുക്ക് ഈ പുസ്തകം പറഞ്ഞു തരുന്നു. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഷൈന കക്കാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പെൺ പോരാളികൾ എന്ന ഈ പുസ്തകം എന്ന് നമുക്ക് നിസ്സംശയം പറയാം.